ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കപ്പോൾ കൊല്ലങ്കോട് ഒന്ന് സൈക്കിൾ ചുറ്റിക്കറങ്ങിയാലോ. ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ കൊല്ലങ്കോടുള്ളത്. ഇന്ന് കൊല്ലങ്കോട് മൊത്തം ഒന്ന് ചുറ്റിക്കാണാന്നുള്ളതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. സൈക്കിളൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും നേരത്തെ ഇറങ്ങി. നേരത്തെ എന്ന് പറഞ്ഞാൽ ഏകദേശം 10-11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വെയിലായി. പാലക്കാടിൻ്റെ നല്ല വെയിലത്താണ് എന്നും നമ്മൾ റൈഡ് ചെയ്യണത്. പിന്നെ നമുക്ക് സ്ഥലങ്ങൾ കാണാമെന്നുള്ളതാണ് നമ്മളൊരു ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രഷായി അങ്ങനെ നേരത്തെ ഒരു 10 മണിക്ക് നമ്മൾ ഇറങ്ങിക്കണം. ഞങ്ങൾ നാളെയും കൂടി ഉണ്ടാവും ഇവിടെ. ഇന്നലെ വന്നതാണ് ഞങ്ങൾ. നിങ്ങളെല്ലാവരും ഇവിടെ അല്ലാതെ ഓൾ കേരള അതെ കാറൊക്കെ പോയിക്കോ. പറഞ്ഞോളൂ. എൻ്റെ പേര് പറഞ്ഞാലോ. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. ഇവിടെ ഷൊർണൂരാണ് വരുന്നത്. ഇവിടെ കൊല്ലങ്കോട് വർക്ക് ചെയ്യുന്നത് ആണല്ലേ. നമ്മളിങ്ങനെ ജസ്റ്റ് മോനെ കണ്ടപ്പോൾ നിർത്തിയാണ്. അങ്ങനെ ഡീറ്റെയിൽസ് അന്വേഷിച്ചു. അപ്പോൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. നമുക്ക് യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ലൈക്ക് എന്തായിരിക്കും ഫ്യൂച്ചറിൽ. അപ്പൊ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യണില്ല. നമ്മൾ പറയുന്നത് IT ആണ്. അനങ്ങണേയില്ല. എന്റെ നഹാസ് നേലക്കടി. ഒരു വിഷ്ണു ഒപ്പം പഠിച്ച തൃശ്ശൂർ. ഇതിലൂടെ റൈഡ് ചെയ്തപ്പോൾ സത്യം മറിച്ച് എനിക്കൊരു ചെറിയ കുട്ടിയായതുപോലെ ഫീൽ ചെയ്തു. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 6-7 വയസ്സിലൊക്കെ നമ്മളിങ്ങനെ സൈക്കിൾ ചെയ്ത് നടന്നുകൊണ്ട് ഇന്നൊരു പ്രായമല്ലോ. രാവിലെ ഓടിക്കും, ഉച്ചക്ക് ഓടിക്കും, വൈകുന്നേരം ഓടിക്കും. ആ ഒരു ഫീല് തോന്നിയത് നമ്മൾ ചെറുപ്പകാലത്തിൽ ഓടിച്ച് നടന്ന അതുപോലത്തെ റോഡും അതുപോലത്തെ ആംബിയൻസും. കൊല്ലങ്കോട് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ വിഷ്വൽസാണ് എല്ലായിടത്തും. നമുക്ക് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഇതുപോലെ തന്നെ എല്ലാവിടെയും കണ്ട് നെൽപ്പാടം, പന, അതേപോലെ തന്നെ മാമ്പഴത്തിൻ്റെ തോട്ടങ്ങൾ, പുളി, ഇങ്ങനെ ഒരുപാട് തെങ്ങ്, ഇങ്ങനെ ഒരുപാട് കൃഷികളാണ് പാലക്കാട് നമുക്ക് പോയപ്പോൾ കാണാൻ പറ്റിയത്. ഈ ഒരു പാടാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടെ നമ്മൾ ഒരുപാട് നേരം ഞാനും റൈഡ് ചെയ്തു നിൽക്കാറായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ റോഡുകൾ അത്രയും മോശമാണ്. നമുക്ക് സൈക്ലിങ്ങിന് ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്ന പോലത്തെ റോഡല്ല അവിടെ ഉള്ളത്. എല്ലാം അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ റോഡുകളൊക്കെ ഇങ്ങനെ മോശമായിട്ട് കിടക്കണമെന്നുള്ളത് എനിക്കറിയില്ല. അതാണ് നമുക്കിപ്പോൾ അതിനെ കൂടെ റൈഡ് ചെയ്ത് പോയപ്പോൾ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ തോന്നിയത്. ബാക്കി എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അവിടെ തന്നെ ഉണ്ട്. അതായത് ആ ഒരു പാടം, അതുപോലെ തന്നെ അവിടുത്തെ വീടുകൾ, അവിടുത്തെ വേലിക്കെട്ടുകളൊക്കെ ആ ഒരു പണ്ട് വേലി കെട്ടിയില്ലേ നമ്മൾ കല്ല് വെച്ച് ഇതൊന്നല്ലാതെ മുള കൊണ്ടൊക്കെ വേലിക്കമ്പി കെട്ടിയിട്ടുള്ള അങ്ങനത്തെ വീടുകളൊക്കെയാണ് അവിടെ ഉള്ളത്. അതൊന്നും ഇപ്പോൾ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്കത് കാണണമെന്നുണ്ടെങ്കിൽ കൊല്ലങ്കോട് തന്നെ പോകണം. ഞങ്ങളിപ്പോൾ ഈ ഒരു കേരളത്തിൽ ഇത്രയും റൈഡ് ചെയ്ത് പോകുന്നതിൽ ഇതുപോലെ ഗ്രാമീണ ഭംഗിയുള്ളൊരു സ്ഥലം നമ്മൾ വേറെ എവിടെയും കണ്ടിട്ടില്ല. അത് കൊല്ലങ്കോട് തന്നെയാണ് കണ്ടത്. ഈ കൊല്ലങ്കോട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് കൊല്ലങ്കോട്. ആ ഒരു ഭംഗി നമുക്ക് കൊല്ലങ്കോടിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ട്. പക്ഷേ റോഡുകൾ ഭയങ്കര മോശമാണ്. അതൊന്ന് ഗവൺമെൻറ് ശ്രദ്ധിച്ച് ശരിയാക്കേണ്ടതാണ്. കാരണം ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്നതല്ലേ. അപ്പം നമ്മൾ റൈഡ് ചെയ്തൊക്കെ ക്ഷീണിച്ച് ഒരു ബ്രേക്ക് എടുക്കാൻ കയറിയതാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ തന്നെയാണ് താമരപ്പാടം വരുന്നത്. പേരെന്തായിരുന്നു? ഇവിടെ തന്നെ സ്ഥലം. നിങ്ങളുടെ ഷോപ്പല്ലേ? എന്താ പേര് പറഞ്ഞേ? ഞാൻ ജസ്റ്റ് നിങ്ങളുടെ വീഡിയോ ഒരു 10 മിനിറ്റ് മുമ്പ് കണ്ടേ. ആണോ? പേരെന്തായിരുന്നു? മത്സരം. വീട് ഇവിടെ തന്നെയാണ്. അതെ.
എനിക്ക് കിട്ടിയില്ല. വരും വരും ട്ടോ. ചേട്ടൻ വാങ്ങാൻ പോയിട്ട് ഏട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ആ വീട് ഇവിടെ തന്നെയാണ്. ഇവിടെ മുതലമട ചുള്ളിയാർ ഡാം. ജില്ലയാണ് പാലക്കാട് വരുന്നത്. നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പാലക്കാട് അത് ഫാർമിസ്റ്റാണ്. ഒരു അങ്ങനെ ഏകദേശം ഈവനിങ് ആയിന്. അപ്പോൾ നമ്മൾ നല്ലൊരു സൺസെറ്റ് പിടിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ റോഡുകൾ മോശമായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത്യാവശ്യം കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് നല്ല 4, 5, 10 കിലോമീറ്ററൊക്കെ ഉണ്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ. അപ്പോൾ ഈ ഒരു സൈക്കിളിലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റോഡ് മോശമായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ റൈഡ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇന്ന് കവർ ചെയ്തുള്ളൂ. പിന്നെ നാളെ നമ്മൾ വിചാരിച്ചിനിപ്പോൾ കൊല്ലങ്കോട് വന്ന സ്ഥിതിക്ക് എന്തായാലും കൊല്ലങ്കോട് മൊത്തം കാണണം. അപ്പോൾ നമ്മളൊരു സ്കൂട്ടി എന്തെങ്കിലും റെൻറ്റിനെടുത്തിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ നമുക്ക് നമ്മളെ വത്സലേട്ടൻ തന്നെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരവിടെ നിന്ന് തന്നെ അവരെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് നാളെ വന്നാൽ മതി. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ കൊല്ലങ്കോട് മൊത്തം കറങ്ങിയിട്ട് സ്കൂട്ടി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സർപ്രൈസ്ഡായി. ഇങ്ങനെ കൊല്ലങ്കോട്ടിൽ പോലും നമുക്ക് ആളുകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷം. എന്തായാലും മൊത്തത്തിൽ അവിടുത്തെ ആളുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥലമാണെന്നുണ്ടെങ്കിലും അത്രയും അടിപൊളിയാണ്. നമ്മൾ ലൈഫിലൊരിക്കൽ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് ഞാൻ സത്യമായിട്ടും പറയും. നമുക്ക് അവിടുത്തെ ആ ഒരു കൃഷി രീതികളും എല്ലാം തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ നെല്ല് കൊണ്ടുപോകണമാണ്. ഇതൊക്കെ കാഹിലൊക്കെ ഇത് കണ്ട് പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്ഷീണം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് വേറൊരു ആംബിയൻസിലാണ്. നമ്മൾ ഫുഡ് പോന്നപ്പോൾ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദോശയും ചട്നിയൊക്കെ നമ്മൾ കഴിക്കുന്ന സ്ഥലമാണ് സ്പെഷ്യൽ. നമ്മളെ പാടത്തിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു സ്പോട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഇത് നമ്മളെ ഫാം സ്റ്റേൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളത്തിൻ്റെയും പാടത്തിൻ്റെയും നടുവിൽ വരുന്ന ഒരു ലൊക്കേഷനാണ്. നല്ല ഭംഗി അവിടെ കാണാൻ. അപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കുന്നത്. ഹലോ ഗായ്സ്, ഫുഡ് കഴിക്കാം. നമ്മളെവിടെ ഫുഡ് കഴിക്കണേ? പാടത്തില്ലേ? പാടത്ത്. ഫ്രണ്ടില് കുളമുണ്ട്, ബാക്കില് പാടമുണ്ട് അല്ലേ? നമ്മൾ എന്താണ് കഴിക്കണത്? ഫ്രണ്ടില് കോളുണ്ട്, ബാക്കില് പാടം. ബാക്കില് പാടം. നമ്മളെന്താ കഴിക്കണേ? ഫുഡ്. ഇതെന്താണ്?